കാസർഗോഡ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ക്രെയിൻ പൊട്ടി വീണ് 2 പേർ മരിച്ചു. വടകര സ്വദേശികളായ അക്ഷയും അശ്വിനുമാണ് മരിച്ചത്. ദേശീയപാതയിൽ ലൈറ്റ് സ്ഥാപിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന്. അരുൺ, എപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്? മതിയായ സുരക്ഷ പാലിച്ചിരുന്നില്ലേ? എന്താണ് സംഭവിച്ചത്? റീജിത്ത്, ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. ഈ യു എൽ സി സി ദേശീയപാത നിർമ്മാണം ആദ്യ റീച്ചിലെ നിർമ്മാണം നടക്കുകയാണ്. അവിടെ ഈ ദേശീയപാത 66-ൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നുണ്ട്. ക്രെയിനിൽ ബക്കറ്റ് കെട്ടിയാണ് ഉയരത്തിലേക്ക് വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നത്. 2 തൊഴിലാളികളാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. വടകര സ്വദേശികളായ അക്ഷയും അശ്വിനുമായിരുന്നു ആ സമയത്തുണ്ടായത്. ആ സമയത്ത് ക്രെയിനിൽ നിന്ന് ബക്കറ്റ് പൊട്ടി സർവീസ് റോഡിലേക്ക് ഇരുവരും വീഴുകയായിരുന്നു. വടകര സ്വദേശി അക്ഷയ് തൽക്ഷണം മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അശ്വിനെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ അശ്വിന്റെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 പേരാണ് മരിച്ചത്. ദാരുണമായ അപകടമാണ്. ഈ ക്രെയിനിൽ നിന്നുകൊണ്ട് വഴിവിളക്ക് സ്ഥാപിക്കുകയായിരുന്നു. അതിനിടയിലാണ് ക്രെയിനിന്റെ തുരുമ്പിച്ച ഭാഗം പൊട്ടി ഈ ബക്കറ്റ് താഴേക്ക് വീണത്. അങ്ങനെയാണ് ഈ മരണം സംഭവിക്കുന്നത്. റീജിത്ത്. ശരി, അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലൈറ്റ് സ്ഥാപിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ജീവനക്കാരാണ്. 2 പേരാണ് ഈ ക്രെയിനിൻ്റെ ബക്കറ്റ് പൊട്ടി വീണ് അപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. വടകര സ്വദേശികളായ അക്ഷയും അശ്വിനുമാണ് മരിച്ചത്.